نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون മാന്യ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് സ്വയം എന്ന പോലെ തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല മുത്തഖികളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങാടികൾ മാറുന്നു, കെട്ടിടങ്ങൾ മാറുന്നു, ജനങ്ങളുടെ സംസ്കാരവും ചിന്താഗതികളും എല്ലാം മാറുകയാണ്. ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാകുന്ന കുടുംബം വരെ വിവിധങ്ങളായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ തുടക്കം കുറിക്കുന്ന വൈവാഹിക രംഗത്ത് ഇന്ന് പുതിയ വെല്ലുവിളികളും വികലമായ കാഴ്ചപ്പാടുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇന്നത്തെ ഖുതുബ ഉപയോഗപ്പെടുത്തുന്നത്. വിവാഹം എന്ന് പറയുന്നത്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിക്കുകയും ഭാര്യമാരും കുട്ടികളുമായി അവരുടെ കൂടെ ജീവിച്ചവരുമാണ്. ഏറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഏറെ പ്രതിസന്ധികൾക്ക് സാക്ഷികളായവരായിരുന്നിട്ടും വിവാഹത്തെ അവർ മാറ്റിവെച്ചില്ല. സൂറത്തുൽ റഅദിലെ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യതൻ. താങ്കൾക്ക് മുമ്പ് പ്രവാചകരെ നാം പ്രവാചകന്മാരെ അയക്കുകയുണ്ടായി. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, അവർക്കൊക്കെ സന്താനങ്ങളെയും ഭാര്യമാരെയും നാം നിശ്ചയിച്ചു നൽകുകയുണ്ടായിരുന്നു. ഭക്തിയോടുകൂടിയുള്ള ജീവിതത്തിന് വിവാഹം തടസ്സമാണ് എന്ന് പറഞ്ഞ ഒരു സഹാബിയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിക്കാഹു മിൻ സുന്നതി ഫമൻ ലാ യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി. നിക്കാഹ്, വിവാഹം എന്ന് പറയുന്നത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എന്റെ സുന്നത്തനുസരിച്ച് ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തനുസരിച്ച് ആര് പ്രവർത്തിക്കുന്നില്ലയോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് സൂചിപ്പിച്ചത്. എന്തിനാണ് ഇസ്ലാമിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വിവാഹിതരായ ആളുകൾ നന്നായി അറിയേണ്ടതുണ്ട്. അടിസ്ഥാനപരമായ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ട് സമൂഹത്തിൽ ധാരാളം വികലമായ പണികൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യവംശം നിലനിൽക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സമാധാനപൂർണമായ ഒരു ജീവിതം മനുഷ്യന് കൈവരിക്കുവാൻ സാധ്യമാകണം. സദാചാരം പാലിക്കുവാൻ വിവാഹത്തിലൂടെ സാധ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളോട് വിവാഹം കഴിക്കുവാൻ അവരെ പ്രേരിപ്പിച്ച സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മഅശറ ശബാബി മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വൽ. നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഫഇന്നഹു അഅദ്ദു ലിൽ ബസർ. കാരണം കല്യാണം കഴിച്ചാൽ പിന്നെ നിങ്ങളുടെ കണ്ണുകൾ താഴും. അഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾക്കൊക്കെ അതൊരു കോട്ട കെട്ടും. വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം. കല്യാണം കഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. ഫഇന്നഹു ലഹു വിജാ, ആ നോമ്പ് നിങ്ങൾക്ക് ഒരു പരിചയമായി മാറും എന്നാണ്. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ് എന്നതാണ്. അത് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ശ്രമം നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്. തനിക്കൊരു ഭാര്യയുണ്ട്, താൻ വിവാഹിതനാണ് എന്ന ബോധം എല്ലാ വിവാഹിതർക്കും ഉണ്ടാവണം. മനുഷ്യവംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവൻ ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു കടമയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ധാർമ്മികമായി ജീവിക്കുവാനുള്ള സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ഒരു താങ്ങ് നൽകുക കൂടിയാണ്. സമൂഹത്തിന് സുരക്ഷിതമായി ജീവിക്കുവാനുള്ള ഒരു താങ്ങ് നൽകുക കൂടിയാണ്. എന്റെ വീട്ടിൽ എന്നെ കാത്തിരിക്കുന്നവര് ഭാര്യയുണ്ട്. എനിക്ക് സ്വന്തമായി എന്നെ മാത്രം കൽപ്പിലിട്ടുകൊണ്ട് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്. അതുകൊണ്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ അവന്റെ കണ്ണ് താവണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
അവന്റെ ഗുഹ്യാവയവങ്ങൾക്ക് കോട്ട കെട്ടണം. താൻ വിവാഹിതനാണ് എന്നുള്ളത് അവന്റെ ഗുഹ്യാവയവങ്ങൾക്ക് കോട്ട കെട്ടേണ്ടതുണ്ട്. ഒരു കടമയാണ്, കർത്തവ്യമാണ്. അങ്ങനെ ഒരു ചടങ്ങാണ് വിവാഹം. വിവാഹം വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. വിവാഹത്തിന്റെ വ്യക്തമായ ലക്ഷ്യമാണ് സമൂഹത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത്, സഹകരണവും സംരക്ഷണ ബോധവും ഉണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ മറന്നുകൊണ്ട് വിവാഹത്തിൽ നിന്ന് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒഴിഞ്ഞു നിൽക്കുവാനോ വൈകിപ്പിക്കുവാനോ പാടുള്ളതല്ല. എല്ലാ പഠനവും കഴിഞ്ഞിട്ട് വിവാഹം നോക്കാം എന്നുള്ള ഒരു സംസ്കൃതി വളർന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് അപകടമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. എല്ലാ സംഗതികളും ഒത്തുവരിക എന്നുള്ളത് വിവാഹ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് ഇസ്ലാം പറയുന്നില്ല. ജോലി കിട്ടട്ടെ, വീടാവട്ടെ, നല്ല ശമ്പളം വരട്ടെ, പഠനം പരിപൂർണമായി തീരട്ടെ, ഇങ്ങനെ പറയാൻ പാടില്ല. സത്യത്തിൽ രക്ഷിതാക്കളുടെ ബാധ്യതയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടുന്നതാണ്. കല്യാണം കഴിച്ചു കൊടുക്കാനായ മകൻ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ബാധ്യത രക്ഷിതാക്കളുടേതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്ന് വിഭാഗം ആളുകളുടെ അവരെ സഹായിക്കാം എന്നുള്ളത് അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് മോചനപത്രം എഴുതിയിരിക്കുന്ന ഒരു അടിമ, സദാചാരം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു യുവാവ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ യോദ്ധാവ്. ഈ മൂന്നാളുകളെ ഞാൻ സഹായിക്കുമെന്ന് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു അത് പടച്ച തമ്പുരാന്റെ സഹായം ഈ മൂന്നാളുകൾക്കും ഉണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പൊ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും എന്ന് അള്ളാഹു ഓഫർ ചെയ്യുമ്പോൾ പടച്ച തമ്പുരാന്റെ ഓഫറുകളിൽ നമ്മൾ വിശ്വസിക്കാതെ, അവന് വലിയ സാലറിയുള്ള ജോലി കിട്ടിയതിന് ശേഷം, അവന് വീട് വെച്ചതിന് ശേഷം, ഇങ്ങനെ കുറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം നിർത്തിവെക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ചെറുപ്പക്കാരെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നൂറിലെ 32-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അനാഥകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരെ കല്യാണം കഴിപ്പിക്കണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള സച്ചരിതരായ യുവതികളെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം. ധാരാളം പറയുന്നത് ഇസ്ലാമിക സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നുണ്ട്, യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അവർ ദരിദ്രരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പണം വരട്ടെ, അവർക്ക് ജോലി കിട്ടട്ടെ, അവർക്ക് സ്വന്തമായി താമസിക്കാനുള്ള വീടുണ്ടാവട്ടെ എന്നല്ല പറഞ്ഞത്. അവർ ദരിദ്രരാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശ്രേഷ്ഠതയിൽ നിന്ന് അവർക്ക് നൽകിയിട്ട് അവരെ ഐശ്വര്യപൂർണരാക്കും എന്നാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് സമൂഹത്തിന്റെ കൂടി കടമയാണ്, രക്ഷിതാക്കളുടെ കടമ എന്നുള്ളതല്ല, സമൂഹത്തിന്റെ കൂടി കടമയാണ്. യുവാക്കൾക്ക് വിവാഹം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിലേക്ക്, അയൽവാസികളുടെ അടുക്കലേക്ക്, ഒരു നാട്ടിലെ ചായക്കടയിലേക്ക്
മറ്റ് കടകളിലേക്ക് ഒരു യുവതിയെ സംബന്ധിച്ച്, ഒരു യുവാവിനെ സംബന്ധിച്ച് കല്യാണം അന്വേഷിക്കാൻ ആളുകൾ വരും. ആ സമയത്ത് സമൂഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. സമൂഹം ഒരിക്കലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിക്കൂടാ. ഇവിടെ എന്താണ് ഒരു സമൂഹത്തിന്റെ ബാധ്യത? ഒരു നാട്ടുകാരുടെ ബാധ്യത എന്താണ്? നാട്ടുകാരുടെ ബാധ്യത, അവനൊരു സച്ചരിതനായ, അവളൊരു സച്ചരിതയായ പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്, നല്ലൊരു കെട്ടുബന്ധം അവന് കിട്ടണം. വിശാലമായ മനസ്സോടുകൂടിയാണ് അവിടെ സമൂഹം ചിന്തിക്കേണ്ടതുള്ളത്. എന്നാലോ അവൻ മോശമാണ്, ഈ വരുന്ന കല്യാണം നല്ലതുമാണ്, കുട്ടി നല്ലതുമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാര്യം എന്താണ് എന്ന് വ്യക്തമാക്കുകയും വേണം. ഉള്ളു തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത്. സമൂഹത്തിന്റെ ബാധ്യത. ഒരാൾ അന്വേഷിക്കാൻ വരുമ്പോ ആ കടയിൽ, ആ ചായക്കടയിൽ, അതല്ലെങ്കിൽ ആ ഗ്രോസറി കടയിൽ ഒരാളോട് അദ്ദേഹം ഒരു മാന്യനാണ്, അദ്ദേഹം സംസാരിക്കുവാൻ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുമെന്ന് കണ്ടിട്ട് ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കുമ്പോ കൃത്യമായ കാര്യങ്ങൾ പറയുക എന്നത് ബാധ്യതയാണ്. എന്നാലോ എന്തോ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അവർക്ക് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അംഗവിക്ഷേപങ്ങളും ബോഡി ലാംഗ്വേജും ആംഗ്യങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ഒരു കല്യാണം മുടങ്ങുവാൻ വെറും ആംഗ്യം മതി, ഒരു മൂളല് മതി, ഒരു മുക്കല് മതി എന്നുള്ളതാണ്. കാര്യങ്ങൾ വ്യക്തമായി സത്യസന്ധമായി പറയുവാൻ അവിടെ തയ്യാറാവണം. അതുകൂടി ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും അങ്ങനെ പലപ്പോഴും പെൺകുട്ടിയുടെ, ആൺകുട്ടിയുടെ കല്യാണങ്ങൾ മുടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കോപമുള്ള ഒരു കാര്യമാണ്. കാരണം എന്റെ കൂടി ഉത്തരവാദിത്തമാണ് അവന്റെ വിവാഹം നടത്തുക എന്നത്. അതിന് ഞാൻ വിഘ്നം നിൽക്കുന്നുവെങ്കിൽ, സാമൂഹികമായ ബാധ്യതകൾ നിർവഹിക്കപ്പെടുന്ന കാര്യത്തിൽ വിഘ്നം നിൽക്കുന്ന ഒരാളായി പടച്ചു തമ്പുരാൻ അവനെ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള ശ്രദ്ധയായിരിക്കും പിന്നീട് അല്ലാഹുവിന് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇല്ലാതാക്കുന്ന, അല്ലാഹുവിന്റെ ബർക്കത്ത് ഇല്ലാതാക്കുന്ന, കുടുംബത്തിൽ നിന്നു തന്നെ അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു കളയപ്പെട്ടേക്കാവുന്ന സാമൂഹ്യ ദ്രോഹപരമായ പ്രവർത്തനങ്ങളാണ് ആ ചെയ്യുന്നത് എന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹിതരായ ആളുകൾ, ആ ആളുകൾക്ക് പരസ്പരമുള്ള ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ മറന്നുകൊണ്ട് ജീവിക്കുവാനും പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഭാര്യയോട് എന്തൊക്കെയാണ് കടമ? അന്ന റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹഖ്ഖുൽ മർഅതി അല സൗജ് ഖാല അൻ യുത്ഇമഹാ ഇദാ തഅിം. നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ കഴിപ്പിക്കണം. വയക്സുഹാ ഇദാ തസാ, നീ ഉടുക്കുന്നുണ്ടെങ്കിൽ അവളെ ഉടുപ്പിക്കണം. വലാ യദ്രിബൽ വജ്ഹ, മുഖത്തടിക്കരുത്. വലാ യുഖബ്ബിഹ ബിദുർദമാക്കരുത്. വലാ യഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ നിന്നല്ലാണ്ട് അവളോട് പണങ്ങി നിൽക്കരുത്. പുറത്തുപോയി ചില ആളുകൾ വീട്ടിൽ നിന്ന് പണക്കമാണ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്. നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ, മുസ്ലിമിന്റെ ഒരു സംസ്കാരമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ, നിങ്ങൾ വീട്ടിൽ ചിലപ്പോ പണങ്ങി നിൽക്കേണ്ടുന്ന ആവശ്യങ്ങൾ ഉണ്ടാകും. അത് ചിലയിടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. പക്ഷേ ആ പണക്കം വീട്ടിന്റെ പുറത്ത് കാണിക്കാൻ പാടില്ല. അതൊരു മുസ്ലിമിന് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ പണക്കങ്ങൾ 1-2 ദിവസം കഴിഞ്ഞാൽ തീരും. പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ആ പണക്കം നിങ്ങൾ കാണിച്ചാൽ
സമൂഹത്തിന്റെ മനസ്സിൽ നിങ്ങളുടെ പണക്കം മാറിയിട്ടുണ്ടാകും, പക്ഷേ സമൂഹത്തിന്റെ മനസ്സിൽ കാലാകാലം ആ പണക്കം നിലനിൽക്കും. അതുകൊണ്ട് അങ്ങാടിയിൽ വെച്ച് ഞാൻ അവളോട് മുണ്ടാത്തവളാണ്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് മുണ്ടാത്തവളാണ് എന്നുള്ള നിലക്ക് ആ പണക്കം ബസ്സിൽ കയറുമ്പോ, വീട്ടിൽ വിരുന്ന് പോകുമ്പോ, അവളുടെ വീട്ടിൽ പോകുമ്പോ, അതല്ലെങ്കിൽ കുടുംബക്കാരുടെ അടുക്കൽ പോകുമ്പോ ആ പണക്കം പ്രകടമാക്കാൻ ഒരു മുസ്ലിമിന് അർഹതയില്ല എന്ന്, അവകാശമില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم أكمل المؤمنين إيمانا أحسنهم خلقا. നിങ്ങളിലെ ഈമാൻ പരിപൂർത്തിയായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പറയുന്നത് നിങ്ങളുടെ പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാണ് നിങ്ങളിലെ നന്മ വിലയിരുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതിമനോഹരമായ ഒറ്റ വാചകത്തിൽ അത് നമ്മെ പഠിപ്പിക്കുന്നത് വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ അവരോട് പെരുമാറുക എന്ന്. നല്ല രൂപത്തിൽ അവരോട് പെരുമാറുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത് പളുങ്ക് പാത്രങ്ങളാണ് അവർ, ആ പളുങ്ക് പാത്രങ്ങൾ ഉടയാൻ നിങ്ങൾ ഇടവരുത്തരുതേ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഭാര്യമാരോട് ആദരവ്, ബഹുമാനം, എനിക്കുണ്ടാവാൻ പോകുന്ന മക്കളുടെ ഉമ്മ, അതല്ലെങ്കിൽ എനിക്കുണ്ടായിരിക്കുന്ന മക്കളുടെ ഉമ്മയാണ് എന്നുള്ളത് നോക്കൂ. ഒരു ആണിനെയും ഒരു പെണ്ണിനെയും വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. ഒരു പെണ്ണിന്റെ പണിയെടുക്കാൻ ഒരാണിന് കഴിയൂല. എന്താ നിനക്കുള്ള പണി എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ചോദിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. കാരണം ആണിന് ഒരു കർത്തവ്യമാണ്, പെണ്ണിന് മറ്റൊരു കർത്തവ്യമാണ്. നോക്കൂ, സ്ത്രീകളുടെ പണിയെടുക്കാൻ നമുക്ക് കഴിയൂല, ആണുങ്ങൾക്ക് കഴിയൂല. ചിലപ്പോ വാശിക്ക് 1, 2, 3 ദിവസം ഒക്കെ നമ്മൾ ചെയ്തു എന്ന് വരും. പക്ഷേ 24 മണിക്കൂറും പണിയെടുക്കുന്ന ആളുകളാണ് അവർ. നമ്മള് സാലറി വാങ്ങുന്ന ആളുകൾ, സാലറിയുടെ എംപ്ലോയി ആയിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ബിസിനസ് നോക്കുന്ന ആളുകൾ പറയണം 24 മണിക്കൂറും എനിക്കും പണിയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ബാധ്യതയുള്ള ആളുകളാണ്. മനസ്സ് സ്വസ്ഥമായി ഇരിക്കുവാൻ സാഹചര്യമില്ലാത്ത ആളുകളാണ് അവർ. ഈ പണിയൊക്കെ എടുത്ത് നേരം വെളുത്ത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ, അല്ലെങ്കിൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ എഴുന്നേൽക്കുക, കുട്ടികളെ വിളിച്ചുണർത്തുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, ഉടനെ ഭർത്താവിന്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക, ഉടനെ അടുക്കളയിലെയും വീട്ടിലെയും കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക, അലക്കും മറ്റുള്ള സംഗതികളും ഒക്കെയായി പിന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക, അവരുടെ വൃത്തികാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെ വൈകുന്നേരമാകുന്നു. വൈകുന്നേരമായാൽ കുട്ടികൾ വരുന്നു, കുട്ടികളുടെ കാര്യത്തിൽ വീണ്ടും ശ്രദ്ധിക്കുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭർത്താവ് വരുന്നു, ഭർത്താവിന്റെ കാര്യത്തിൽ വീണ്ടും ശ്രദ്ധിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നു. അതിനിടയിലാണ് കുട്ടിക്ക് പനിയുണ്ട്, ആ കുട്ടി എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കുന്നു. ഭർത്താവ് കിടന്നുറങ്ങാണ്. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിട്ട് ഭാര്യ ഈ മക്കളുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്, പനിയാണ്, പനിക്ക് എങ്ങനെയുണ്ട്. എന്നിട്ട് നേരം വെളുക്കുന്നത് വരേക്കും ചിലപ്പോ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാര്യമാരെ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ 1 ദിവസമല്ല 2 ദിവസമല്ല, അതൊരു വല്ലാത്ത ഉത്തരവാദിത്തമാണ്, വല്ലാത്ത ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒരാണിന് തലയിലേക്കാൻ കഴിയൂല. ഭാരിച്ച മറ്റു ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റുന്ന ആളുകളായിരിക്കും ആണുങ്ങൾ. ആണുങ്ങളെ അങ്ങനെയാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ സ്ത്രീകൾ അവർ ചെയ്യുന്ന ഉത്തരവാദിത്തത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ 25,000 രൂപ 50,000 രൂപ സാലറി കൊടുത്താൽ ഒരാളെ കിട്ടൂല. ഇത്ര പരിപൂർണമായി ഒരാൾക്കത് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് വിലമതിക്കാനാവാത്ത പ്രവർത്തനമാണ് കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ്, ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത് എന്നുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകണം. അവരെ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. ഞാനാണ് ഈ വീട്ടിൽ പണിക്ക് പോകുന്നവൻ, ഞാനാണ് ഏണിങ് കൊണ്ടുവരുന്നവൻ എന്നുള്ള ഗർവോ അഹന്തയോ അഹങ്കാരമോ ധിക്കാരമോ അത്തരത്തിലുള്ള സംസാരമോ ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. കാരണം അവള് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തായിരിക്കും
ഇവിടെ പണം കൊണ്ടുവരുന്നത് ഞാനാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ഇവരുടെ മനസ്സിൽ വല്ലാത്ത ഒരാധി പടരുകയാണ്. ഞാൻ എടുക്കുന്ന പണിക്ക് ആരും പണം തരുന്നില്ല എന്നല്ലേ ഉള്ളൂ. അത് വല്ലാത്ത ഒരു അവരുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്ത ഒരു ചോദ്യമാണ്. അത് ചോദിക്കുമോ ചോദിക്കുകയില്ലയോ എന്നുള്ളത് ഓരോ പെൺകുട്ടികളെ വ്യത്യസ്തമായിരിക്കും, അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. പക്ഷെ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ആണുങ്ങൾ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. കുടുംബത്തിന്റെ കെട്ടുറപ്പിന് രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ആളുകളാണ് അവർ എന്ന ബോധം ആണുങ്ങൾക്കുണ്ടാവണം. എന്നാൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കടമയും കടപ്പാടുമുണ്ട്. അവ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലൊരു കൊച്ചു കുത്തുബയിൽ വിശദീകരിക്കുവാനുള്ള സമയമില്ല. മറ്റൊരിക്കൽ അവ സൂചിപ്പിക്കാം. ചുരുക്കത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങൾ നടത്തുകയും അതിനുശേഷം ഭാര്യ ഭർത്താക്കന്മാർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അല്ലാത്ത ഒരു കുടുംബജീവിതം, ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന ഒരു കുടുംബജീവിതം, നിഷ്കർഷിക്കുന്ന ഒരു കുടുംബജീവിതം വല്ലാത്ത മഹിതമായ ഒരു ജീവിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ആ വിവാഹത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ മൗനമായി അതിന്റെ കൂടെ നടക്കണമെന്നാണോ, മൗനമായി അവ അംഗീകരിക്കണമെന്നാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നല്ല സൽക്കാരങ്ങൾ ഒരുക്കി നാട്ടുകാരെയും കുടുംബക്കാരെയും വീട്ടുകാരെയും നമ്മളുടെ സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി നല്ല സദ്യ കൊടുക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരെയല്ല. പക്ഷെ ചില വീടുകളുടെ കല്യാണങ്ങൾ 10 ദിവസമാണ്, ഒരാഴ്ചയാണ്, 3 ദിവസമാണ്. ഇങ്ങനെ കല്യാണങ്ങൾ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും വധുവിന്റെ വീട്ടിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിന് വരുന്ന ആളുകളെ സൽക്കരിക്കുകയും വരന്റെ വീട്ടിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിൽ വരുന്ന ആളുകളെ സൽക്കരിക്കുകയും അതോടുകൂടി തീരണം. പക്ഷേ ദിവസങ്ങൾ 3, 4, 5, 6 ദിവസങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചടങ്ങുകൾ ലളിതമാക്കണം. ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബിസ്ക്കറ്റ് കൊടുത്ത് തീർക്കണമെന്നൊന്നല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു അൻസാരിയായ സഹാബിയോട് പറഞ്ഞത്, നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഈ വലീമത്തിന്റെ ഈ സൽക്കാരങ്ങൾ നടക്കുന്നത് ആണും പെണ്ണും വീട്ടിൽ കൂടിയതിനു ശേഷമാണ്. അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ സംസ്കൃതി എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞത്, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഔലിം വലൗ ബിശാ, അത് ഞങ്ങളോട് വെറുതെ പറഞ്ഞാൽ പോരാ, നീ വലീമത്ത് കൊടുത്തു. വലൗ ബിശാ, ഒരാടിനെയെങ്കിലും അറുത്തിട്ട് നീ വലീമത്ത് കൊടുത്തു പ്രവാചകൻ പറഞ്ഞു. ഒരാടിനെയെങ്കിലും അറുത്തിട്ട്. അവിടെ ഒരാൾക്ക് തിന്നാനുള്ള ഒരാടിനെ അറുത്ത് തിന്നാനുള്ള ആളുകളെ അവിടെ ഉണ്ടാവുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെറുതെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഔലിം വലൗ ബിശാ, ഒരാടിനെയെങ്കിലും അറുത്തിട്ട് സൽക്കാരം ഉണ്ടാക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ആളുകളെ സൽക്കരിക്കുന്നത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് തന്നെയാണ് ലളിതമാക്കൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് ദീർഘനാളുകളിലേക്കായി അത് നീളുകയില്ല. ഈ കല്യാണത്തിൽ കൂടെ വരുന്ന വരന്റെ കൂടെ വരുന്ന വധുവിന്റെ കൂടെ വരുന്ന ആളുകൾ ചെയ്യുന്ന ആഭാസങ്ങൾ നോക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹിതമായ പരിശുദ്ധമായ ഒരു കർമ്മത്തിലേക്ക് കിടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നമ്മളെല്ലാവരും പോകുന്നത് അവരെ ആശംസിക്കാനാണ്. ആശംസകൾ നേരാനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പൊ പ്രാർത്ഥനയുടെ മൂടായിരിക്കണം ഒരു കല്യാണത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു മൂഡ് ആണ് കല്യാണ സദസ്സുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടുന്നത്. പക്ഷെ അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആരും എതിർക്കപ്പെടാതെ, സമൂഹത്തിൽ ആരും എതിർക്കുന്നില്ല, ആരും പറയുന്നില്ല എന്ന് കരുതിയിട്ട് ഇത് സമൂഹത്തിന്റെ സംസ്കൃതിയായി മാറുകയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മരിക്കുന്നത് വരേക്കും, കാലം എത്ര പുരോഗമിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടത്, മരിക്കുന്നത് വരേക്കും നിലക്കൊള്ളുവാനുള്ള
ജീവിത സംസ്കൃതി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വൈവാഹിക ജീവിതത്തിലും എന്തൊക്കെ ചെയ്യാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മരണം വരേക്കും നമ്മൾ അത് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിലും ഏത് ആധുനിക ലോകത്തും നമുക്ക് മടിച്ചു നിൽക്കേണ്ടുന്ന, ലജ്ജിച്ചു നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിൽ ഈ സമൂഹത്തെ റസൂലുള്ളാഹി കൊണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരുടെയും മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന, അഭിമാന ബോധത്തോടു കൂടി, ഇജ്ജത്തോടു കൂടി ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംസ്കാരങ്ങൾ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് വഷളാവേണ്ടിയൊന്നും വരില്ല. മറിച്ച് ആ സംസ്കൃതിയിൽ നിന്ന് നമ്മൾ എപ്പോ ദൂരെ പോകുന്നുവോ അവിടെ നമ്മൾ വഷളാവേണ്ടി വരും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, പലയിടങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് മഹിതമായ ആ കർമ്മം നടക്കുമ്പോ മാന്യമായി വേഷം ധരിക്കുക, മാന്യമായി അവര് വരിക. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാറിലാണ്, സാധാരണ അവര് വരുന്നത് കാറിലാണ്. അവര് വരേണ്ടുന്നത് JCBയുടെ തൊട്ടിയിലല്ല, കൊട്ടയിലല്ല. എന്തെല്ലാം കൈക്കൂത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഗതിക്കും അതിൻ്റെതായ ആദരവും ബഹുമാനവും നൽകണം. പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബേ മഹിതമായ ഒരു ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മരണം വരേക്കും എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ പോറ്റാൻ, എന്റെ കുടുംബത്തെ നിലനിർത്തുവാനുള്ള അടിത്തറവാകുന്ന ഏറ്റവും സംശുദ്ധമായ, ഏറ്റവും പരിശുദ്ധമായ സമയമാണ്, നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സിലുണ്ടാകേണ്ടുന്നത് മുകളിലുള്ള ആൾ റബ്ബേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന തേട്ടമാണ്. ആഭാസങ്ങളുടെ മനസ്സല്ല ആ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക സംസ്കൃതിയോടുകൂടി ഇത് ചെയ്യാൻ വധൂവരന്മാർക്കും രക്ഷിതാക്കൾക്കും സാധ്യമാകുമാറാവട്ടെ. ഇസ്ലാമികമായ ചുറ്റുപാടോടുകൂടി ജീവിക്കുവാൻ, ഇസ്ലാമികമായ സംസ്കൃതി മരണം വരെ നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി തീർക്കാനാവട്ടെ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഋജുമാനസനായി നിൽക്കാൻ, കളങ്കമില്ലാത്ത മനസ്സോടുകൂടി നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാറുണ്ട്. നിന്റെ മുമ്പിലേക്ക് വരുന്നതിൻ്റെ മുമ്പായി ഞങ്ങളുടെ തൗബയും ഞങ്ങളുടെ അമല സ്വാലിഹാത്തുകളും നീ സ്വീകരിക്കുകയും എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട് ഒരു തെറ്റുമില്ലാതെ ഖൽബുൻ സലീമോടുകൂടി നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ, ഞങ്ങളുടെ ഗ്രന്ഥം നിന്റെ മലായികത്തുകൾ കൊണ്ടുവന്ന് തരുമ്പോൾ വലത് കൈയിൽ ഏറ്റുവാങ്ങുവാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കാറുണ്ട്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളും അവരുടെ വിശേഷമാക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ കിഴക്കേക്കര അഹമ്മദ് സാഹിബ്